സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന വേദവാക്യത്തെ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു ബൈബിൾ ക്വിസ് ആണ്. പക്ഷെ എന്നാൽ പതിവിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പകരമായിട്ട് ഇന്ന് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഭാവനയിൽ കൂടെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു ഭാവന കേട്ടതാണ്. അബദ്ധം തോന്നിയെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. പക്ഷേ ഇന്നത്തെ ചോദ്യങ്ങൾ ആദ്യം മലയാളം പിന്നെ ഇംഗ്ലീഷ് എന്നീ ക്രമത്തിലാകെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ ചോദ്യങ്ങളും പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ ഉത്തരം പറയാവുള്ളൂ. ക്വസ്റ്റ്യൻസ് ആവർത്തിക്കില്ല. ഇച്ചിരി വേഗതയിലൂടെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ബൈബിളിലെ വ്യക്തികളോ സ്ഥലങ്ങളോ വസ്തുക്കളോ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിലാണിത്. സംഗീതങ്ങൾ ഉടനീളം എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതവുമായും ആലാപനവുമായും എനിക്ക് ബന്ധവുമുണ്ട്. സംഗീതത്തിലുള്ള ഒരു ചെറിയ നിർത്തലിനെ ഞാൻ അർത്ഥമാക്കുന്നുണ്ട്. നിശബ്ദമായി ധ്യാനിക്കുകയോ തൊട്ടു മുൻപ് പ്രകടിപ്പിച്ച വികാരഭാവം എടുത്തു കാണിക്കാനോ വേണ്ടിയാകാം ഈ നിർത്തൽ. 71 പ്രാവശ്യം സംഗീതങ്ങളിലും 3 പ്രാവശ്യം ഹബക്കുക്കിലും കൂടാതെ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്തിന്റെ പേരായി 7 രാജാക്കന്മാരുടെ പുസ്തകത്തിലും എന്നെ കാണുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദൈവമക്കൾ ആരും തന്നെ കുഞ്ഞുങ്ങൾ പോലും ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ എന്റെ പേരുണ്ടെങ്കിലും എന്റെ പേര് പറയാറേ ഇല്ല. എന്നെ മനസ്സിലായോ എങ്കിൽ ഞാൻ എന്ത്? ടീം എ. ഉറക്കെ പറയണേ. കറക്റ്റ് സേലയാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. I am holy, and the measurements of my boundaries are well explained in the Bible. I am adorned with pearls and gold. In me, God's glory shines forever bright. No more day, no more night, no tears, no pain. But entrance to only those whose names are written in the Lamb's book of life. I am your eternal destiny. Then find me. Who am I? ന്യൂ ജെറുസലേം ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലാണ്. കണ്ടതാരുമില്ല, കേട്ടതും ആരുമില്ല, ആർക്കും തോന്നിയിട്ടുമില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. എന്ത്? നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിലൊക്കെ പറയുന്ന ഒരു വാക്യത്തിലുണ്ട് ആ ആൻസർ. അറിയില്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർ പൊരുത്തിയിട്ടുള്ളത്. പ്രോത്സാഹിപ്പിക്കുക. I am the one reclining close to my master's heart. I indeed offer profound insight into love. I cared for my master's mom as my own. Search me, you can find me. Who am I? John. അടുത്ത ക്വസ്റ്റ്യൻ മലയാളം. ദൈവമക്കളെ, വേദപുസ്തകത്തിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാനൊരു പ്രയർ മീറ്റിംഗിലായിരുന്നു. ഞാനൊരു ക്രിസ്തു ശിശുവിന്റെ ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ എന്നെ പറ്റി ബൈബിൾ പ്രതിപാദിച്ചിട്ടുള്ളൂ. കൺമുമ്പിൽ കണ്ട പ്രാർത്ഥനയുടെ മറുപടി ഒരു സങ്കോചവും കൂടാതെ സന്തോഷത്തോടെ വിളിച്ചു പറയുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. മറ്റുള്ളവർ കളിയാക്കി എങ്കിലും അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് ഞാനെന്ന് പറഞ്ഞു. വിശ്വാസത്തോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ വിടുതൽ ലഭിക്കുമെന്ന് എനിക്ക് ശക്തമായി പറയുവാൻ കഴിയുമെങ്കിൽ ഞാൻ ആര്? ഉറക്കെ പറയണേ. കറക്റ്റ് ആണ്. ടിബി. ആൻസർ കേട്ടു. ആൻസർ ഞാൻ കേട്ടു. റോദ. ആൻസർ റോദയാണ്. Next question. I am found in the Old Testament, who is known for my wisdom. I am praised for my ability to plan ahead and my delicate work ethic. I have red blanket to cover my household with warmth and care. I can say that beauty is vain. My husband's heart trusts me. Ladies can answer. വേഴ്സ് 31 പറഞ്ഞിരിക്കുന്നത്. ആരാണെന്ന് പറയും? അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലാണ്. ഞാൻ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടണം. മലയാളത്തിൽ ഞാനൊരു ചോദ്യവും ഇംഗ്ലീഷിൽ ഞാനൊരു അക്ഷരവുമാണ്. എന്നെ പറ്റി ദിനവൃത്താന്തം, സംഖ്യ എന്നീ പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീയാൽ നശിച്ചു പോയൊരു പട്ടണമായി കവിവരന്മാർ പറയുന്നു. ഞാൻ മോവാബിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആര്? അല്ല. അത് ഹിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടണം. മലയാളത്തിൽ ഞാനൊരു ചോദ്യവും ഇംഗ്ലീഷിൽ ഞാനൊരു അക്ഷരവുമാണ്.
എന്നെ പറ്റി ദിനവൃത്താന്തം, സംഖ്യ എന്നീ പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീയാൽ നശിച്ചു പോയ ഒരു പട്ടണമായി കവിവരന്മാർ പറയുന്നു. ഞാൻ മോവാബിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആര്? എന്റെ ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ട്. ആര്? അതാണ് So next question. Many came, so I could അടുത്ത rise. ഇംഗ്ലീഷിലാണ്. ടീം എ. Many came, so I could rise. I was almighty in their eyes. Many died when I was crushed. People were forced to drink my dust. Created in haste, I began to bend and to kneel. What am I? അറിയില്ല. Answer is golden calf. അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലാണ്. മെഴുകല്ല ഞാൻ ഉരുകാൻ, എങ്കിലും ഉരുകും. നാലില്ലെങ്കിലും എനിക്ക് സംസാരിക്കാൻ കഴിയും. വാതിലില്ലെങ്കിലും തുറക്കും. അപ്പക്കൂട് പോലെ ചിലർ എന്നെ ഉരുക്കുന്നു. ജീവന്റെ ഉത്ഭവം എന്നിൽ നിന്നാണ്. അതുകൊണ്ട് സകല ജാഗ്രതയോടെ എന്നെ കാത്തുകൊള്ളുക. നല്ല മനുഷ്യനാകാൻ ഞാൻ നല്ലതായിരിക്കണം. എങ്കിൽ ഞാൻ എന്ത്? ഹൃദയം. കറക്റ്റ്. Next question. Refrain from me. I will not produce righteousness that God desires. I am a troublemaker among everyone, defined as a natural human response. But remember that holding on to me can be a sin. I can destroy lives, tears, relationship apart, and ruin a believer's witness. Can you find me? Kids, please. Yes, correct. It's anger. Okay, next question. കാണാതെ പോയതിനെ അന്വേഷിപ്പാൻ പോയി. രാജാവായിട്ട് മടങ്ങി വന്നു. അനുസരണക്കേടും അസൂയയും എന്നിലെ അഭിഷേകത്തെ Correct ആണ്. I add beauty to your life. We three remains, but among us, I am the greatest. I am patient. I can't envy. Jesus Christ set a great and perfect example of me. What am I? പെട്ടെന്ന് ആൻസർ പറയണം അറിയാൻ. ലവ്. കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ മലയാളമാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വാക്കുകൾക്ക് കഴിയാതെ വരുമ്പോൾ ജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ബാഹ്യമായി പ്രകടിപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കാറുണ്ട്. ഓരോരുത്തർക്കും നൽകപ്പെട്ട എന്റെ അളവ് ഒരു മനുഷ്യനും അളക്കുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവസന്നിധിയിൽ എന്നെ സൂക്ഷിച്ചു വെക്കുന്നു. ദൈവജനത്തിൽ ഞാൻ ഒരു അപ്പം എന്ന ആഹാരമായും കുടിക്കുവാനുള്ള ഒരു പാനീയമായും തീർന്നിട്ടുണ്ട്. ബൈബിൾ ഒരു താഴ്വരയും ഉണ്ട്. എങ്കിൽ ഞാൻ എന്ത്? കണ്ണുനീർ. കറക്റ്റ്. Next question. I lived 3000 years ago and I was not buried and not eaten by any animal, but still present. Today I lost my function and you can see me in a mountain. You don't know my name, but I am very famous personality and known by my husband's name. My request, please don't look back to material possessions. Correct answer. കറക്റ്റ് ആണ്. നോട്ട് ഫൈവ്. അടുത്തത്. എന്നെ നിയന്ത്രിക്കുവാൻ ഇത്തിരി പ്രയാസമാണ്. ഞാൻ ചെറുതാണെങ്കിലും എന്റെ ശക്തി വളരെ വലുതാണ്. തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും അതേസമയം കലഹങ്ങൾ ഉണ്ടാക്കുവാനും എനിക്ക് സാധിക്കും. Yes. Correct. Next question. I am not a person, but I am present in everyone who lives on the earth. In essence, I am the reason why you pray and the reason why you do not pray. I can lead you to a very dangerous situation, even death. But I can give temporary happiness only in the world. In the Bible, it's mentioned that my mother is desire and I give birth to death. Then who am I? Team A. Team A. No. C. അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിൽ. ഇനി 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. എന്റെ പേരിന്റെ അർത്ഥം കിരീടം എന്നാണ്. പക്ഷെ ഞാൻ കിരീടം വെച്ച് നടന്നിട്ടില്ല. യഹൂദ ഗോത്രത്തിലെ ഹെസ്രോന്റെ ആദിജാതന്റെ 2ാം ഭാര്യയാണ് ഞാൻ. ഹൂ ഈസ് ദാറ്റ് എന്ന ഇംഗ്ലീഷ് ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഹൂ ഈസ് ദാറ്റ് എന്ന ഇംഗ്ലീഷ് ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഹൂ ഈസ് ദാറ്റ് ഇങ്ങനെ മലയാളത്തിൽ പറയുന്നത്? അതിന്റെ ആൻസർ അതാരാ? ഒന്ന് ദിനവൃത്താന്തം 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ. Next question. I had 3 sons, 2 wives. My first son was known to be father of those who live in tents. Other son known to be the father of all who played string instruments. Who am I?
ആർക്കെങ്കിലും? ആൻസർ ഈസ് ലവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത്യാഘാതമായ വേദനയിൽ കണ്ണുനീർ തുള്ളികളിൽ രക്തം തുള്ളികളായി മാറിയ സ്ഥലം. തന്റെ വേദനകൾക്ക് സാക്ഷ്യം വഹിക്കുവാനും തനിക്ക് ആശ്വാസമാകുവാനും കൂടെ കൊണ്ടുവന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ കൈവിട്ട സ്ഥലം. മലയോട് ചേർന്ന് സ്ഥിതി ചെയ്ത ഞാൻ വളരെ ഭംഗിയുള്ള ഒരു പൂന്തോട്ടമായിരുന്നുവെങ്കിലും തീവ്രമായ വേദനകൾ നിറഞ്ഞ പ്രാർത്ഥനയുടെ മറവിൽ എന്റെ ഭംഗി ഇവിടെ മറവായിരുന്നു. ഞാൻ ആര്? Next question. My story begins in Exodus. I am found in the wilderness. I am a powerful reminder of God's physical provision. Looks like a seed, my appearance indeed. I am sweetly found. I am said to be heaven's gift to ഇതോടുകൂടി പ്രോഗ്രാം